ഇവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പുക വരാൻ തുടങ്ങുന്നു. ഉടനെ അയാൾ ഷർട്ട് ഊരി മാറ്റി ബോഡി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ തന്റെ കൈത്തണ്ടയിൽ അമർത്തിയതും വിരലിലെ നഖമിളകുന്നു. നോക്കുമ്പോൾ അവിടെ 2 USB പോർട്ട് ഉണ്ട്. വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ കൈ ഒരു മെഷീൻ ഗണ്ണായി മാറുന്നു. മാത്രമല്ല അയാൾ അവസാനമായി കഴിച്ച ഫുഡ് ഫയർ ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും കൂടുതലായി ചെക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കഴുത്തിലെന്തോ തട്ടുന്നതായി തോന്നുന്നു. അയാൾ അത് പ്രസ് ചെയ്തതും തല ഓപ്പൺ ആവുന്നു. നോക്കുമ്പോൾ അയാളുടെ തലയ്ക്കകത്ത് തലച്ചോറിന് പകരം മെക്കാനിക്കൽ പാർട്സ് ആണുള്ളത്. അയാൾ സാവധാനം എഴുന്നേറ്റ് കണ്ണാടിയിൽ വന്ന് നോക്കുന്നു. അത് കണ്ട് അയാൾ ഷോക്കായതും 2 കൈയും മെഷീൻ ഗണ്ണായി മാറുന്നു. പിന്നീട് നോർമൽ ആവുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ പുറത്തു പോകുമ്പോൾ ഒരു പ്രാവ് എന്തോ അപകടം പറ്റി കിടക്കുന്നത് കാണുന്നു. അയാൾ അതിനെ കയ്യിലെടുത്തതും അതിന് ഭേദമായി അത് പറന്നു പോകുന്നു. അതിനുശേഷം അയാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന് അതുപോലെ തന്നെ മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു കുട്ടിയെയും തൊടുന്നു. അത്ഭുതകരമായി ആ കുട്ടിയും ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. ആക്ച്വലി ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് മുന്നിലത്തെ ദിവസം ഇയാൾ പാർക്കിൽ നിൽക്കുമ്പോൾ വലിയൊരു പ്രകാശത്തോടെ എന്തോ ഒരു വസ്തു അവിടെ വന്ന് ക്രാഷ് ആവുന്നു. അയാളോടൊപ്പം തന്നെ അവിടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ആരൊക്കെയോ നിൽക്കുന്നതായി അവ്യക്തമായി കാണുകയും ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ പയ്യനും ഇതുപോലെ തന്നെ പവർ കിട്ടിയിരുന്നു. അവൻ അവന്റെ വിരലുകൾ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ പവർ കിട്ടിയതിനു ശേഷം അവനൊരു ഫാമിലിയെ കൊല്ലുന്നു. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞ് അവന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നു. മനോവിഷമത്തിൽ അമ്മ മരിക്കുന്നു. അതോടെ ജനങ്ങളോട് ദേഷ്യം തോന്നിയവൻ ടിവിയിലും മൊബൈലിലും ലൈവായി വന്ന് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. അതറിഞ്ഞ ഇദ്ദേഹം ഇവനെ തടയാനായി വരുന്നു. രണ്ടുപേർക്കുമിടയിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു.